നമ്മോടൊപ്പം നമ്മുടെ പ്രാദേശിക റിപ്പോർട്ടർ മജീദ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. മജീദ്, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്റെ മുന്നിൽ നിന്നൊക്കെ ടിയർ ഗ്യാസും അതേപോലെ തന്നെ ഈ ഗ്രാനേഡും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫാക്ടറിന്റെ വാഹനങ്ങൾക്ക് തീയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫാക്ടറിന്റെ ഒരു ഭാഗത്ത് തീ പിടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവിടെ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് അറിയില്ല. അതേപോലെ ഫയർഫോഴ്സ് എത്തിയിട്ടില്ല. ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റൂറൽ എസ് പി, അതേപോലെ തന്നെ താമരശ്ശേരി CI സായുജ്, നിരവധി പോലീസുകാർക്കും നിരവധി സർക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഫാക്ടറിന്റെ ഒരു ഭാഗം നമ്മളിപ്പം കാണുന്ന ഭാഗത്ത് ഫാക്ടറിന്റെ വാഹനങ്ങളാണ് കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പുറകിൽ പുക വരുന്നുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിലവിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. മജീദ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ എത്ര വലിയൊരു പ്രശ്നമാണ് അവിടെ ഉടലെടുത്തിരിക്കുന്നത്? ഇപ്പോൾ നാട്ടുകാരെ അനുനയിപ്പിക്കാൻ പോലീസിനായിട്ടുണ്ടോ? പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വലിയ പ്രതിഷേധമോ സംഘർഷമോ അല്ല അവിടെ ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഉണ്ടായ സംഭവം രാവിലെ മുതൽ ഉപരോധം എന്നുള്ള രൂപത്തിൽ ഇവിടെ കേന്ദ്രീകരിച്ചിരുന്നു. അതേപോലെ ഉച്ചയോട് ഒരു 4 കൂടിയിട്ടാണ് ഈ ഫാക്ടറിന്റെ വാഹനം വന്നത്. ഈ മാലിന്യം കയറ്റിയിട്ടുള്ള വാഹനം ഫാക്ടറിയിലേക്ക് വന്നു. സമയത്ത് വാഹനം കടത്തിവിടാൻ വേണ്ടിയിട്ട് പോലീസ് സമരക്കാരെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. ആ സമയത്ത് കല്ലേറുണ്ടായത്, പോലീസിന് കല്ലേറുണ്ടായി. അതിനെ തുടർന്ന് പിന്നെ പോലീസ് കുറച്ച് പിൻവാങ്ങി. അതിനുശേഷം വീണ്ടും ആളുകൾ സമരക്കാർ സംഘടിച്ചു. സമരക്കാരെ നേരെ നിരവധി തവണ ടിയർ ഗ്യാസ് പ്രയോഗിച്ചു. റൂറൽ SP എത്തിയ ശേഷം ലാത്തിചാർജ് ആരംഭിച്ചു. ആ ലാത്തിചാർജിലാണ് റൂറൽ SPക്ക് പരിക്കേറ്റത്. നിലവിൽ ഇവരെ അനുനയിപ്പിക്കാനായിട്ടുണ്ടോ? ആയിട്ടില്ല. ഇപ്പോ ഓരോ ഭാഗത്ത് ഇവർ സംഘടിച്ച് നിൽക്കുന്നുണ്ട്. പോലീസ് ആ ഭാഗത്തേക്ക് ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നുണ്ട്, അതേപോലെ ഗ്രാനേഡ് പ്രയോഗിക്കുന്നുണ്ട്. കൂടുതൽ പോലീസുകാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ടോ? പോലീസ് എത്തിയിട്ടുണ്ട്. കൂടുതൽ പോലീസ് ജില്ലന്റെ പല ഭാഗത്തു നിന്നും പോലീസ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നടപടി എന്തെങ്കിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? അറസ്റ്റ് ചെയ്തതായിട്ടുള്ള വിവരങ്ങളൊന്നുമില്ല. ഏതായാലും പരിക്ക് പറ്റിയിട്ട് നിരവധി പേര് ആശുപത്രിയിലുണ്ട്. അവരെല്ലാം അറസ്റ്റ് രേഖപ്പെടുത്താനാണ് സാധ്യത. എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്? ഇപ്പൊ നിലവിൽ നമ്മളെടുത്ത് കണക്കില്ല. ഇവിടുന്ന് ഒരുപാട് ആംബുലൻസുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്, ആളുകൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടിയിട്ടില്ല. ഏതായാലും കോഴിക്കോട് റൂറൽ SP ബൈജു, അതേപോലെ താമരശ്ശേരി CI സായുജ് അടക്കമുള്ള നിരവധി പോലീസുകാർക്ക് സാരമായിട്ട് തന്നെ പരിക്കുണ്ട്. അതേപോലെ നിരവധി സമരക്കാർക്കും സാരമായിട്ട് പരിക്കുണ്ട്. സാരമായി പരിക്കേൽക്കുന്ന രീതിയിലേക്ക് ഈ പ്രശ്നം കടന്നത് എങ്ങനെയാണ് മജീദ്? ഇത് ഒരുപാട് കഴിഞ്ഞ ഒരു 5 വർഷത്തോളമായി ഈ ഒരു പ്രശ്നം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ജനങ്ങൾ ദുർഗന്ധം മൂലം വീട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ആയിരുന്നു. വീട്ടിൽ ഈ പ്രദേശത്തുള്ള ഈ കുട്ടികളെ കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഇവിടെയുള്ള പയ്യന്മാർക്ക് പിന്നെ ഈ പെണ്ണ് കിട്ടുന്നില്ല. അതേപോലെ തന്നെ സ്ഥലം വിൽപ്പന നടക്കുന്നില്ല. അങ്ങനെ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതേപോലെ വീട്ടിൽ പൊയ്കളായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്, ശ്വാസം മുട്ടി ഇത്തരത്തിലുള്ള. അതുകൊണ്ട് ജനങ്ങളാകെ പൊറുതി മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിൽ അവർ ഏറ്റവും അവസാനത്തെ പൊട്ടിത്തെറി എന്നുള്ള രൂപത്തിലാണ് ഇന്നത്തെ സംഭവം. മജീദ്, അതോടൊപ്പം തന്നെ ഈ പരാതി ഇതിപ്പോൾ ഉയർന്നതല്ല. മജീദ് പറഞ്ഞതുപോലെ ഇതൊരു 5 വർഷമായി വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പലതരത്തിൽ ചർച്ചകൾ നടന്നതാണ്. എന്നിട്ടും ഈ കോഴി ഫാക്ടറി അല്ലെങ്കിൽ ഈ മാലിന്യ ഫാക്ടറി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ ഫാക്ടറിന്റെ തലപ്പത്ത് ഇതിന്റെ സ്ഥാപക ഡയറക്ടർമാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ ലിസ്റ്റ് നോക്കിയാൽ പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോ അവരുമായിട്ട് ബന്ധപ്പെട്ടവരോ ഭാര്യമാരോ ഉള്ള ആളുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ അതേപോലെ ഇപ്പൊ പിന്നീട് അവരിങ്ങനെ പല ആരോപണങ്ങൾ വന്ന സമയത്ത് അവരൊക്കെ ഡയറക്ടർ സ്ഥാനത്ത് നിന്നും മാറ്റിയിട്ട് മറ്റ് പദവികൾ വഹിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളും ഇതിന്റെ പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇനി എന്ത് സമരം നടത്തി കഴിഞ്ഞാലും ഈ ഭരണതലത്തിൽ അല്ലെങ്കിൽ മറ്റു തലത്തിൽ ഇവർക്ക് ഫാക്ടറിക്ക് അനുകൂലമായുള്ള തീരുമാനങ്ങളാണ് വരുന്നത്. അതിൽ ജനങ്ങൾ വല്ലാതെ രോഷത്തിലാണ്. ഒരു ഘട്ടത്തിൽ കളക്ടറുമായി നടത്തിയ ചർച്ചയിൽ ഈ ഫാക്ടറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്താനൊക്കെ തീരുമാനമുണ്ടായതല്ലേ? അതെ, ഈ ഇടയ്ക്ക് തീരുമാനം ഉണ്ടായി. 1 മാസം ഫാക്ടറിന്റെ പ്രവർത്തനം നിർത്തിവെച്ചതിന് ശേഷം എല്ലാവരും ഈ അപാകതകൾ പരിഹരിച്ച് ദുർഗന്ധം ഇല്ലാത്ത രൂപത്തിലേക്ക് മാറ്റം എന്നൊക്കെ പറഞ്ഞത്. 1 മാസം കഴിഞ്ഞിട്ട് യാതൊരുവിധ മാറ്റവും വരുത്താതെ വീണ്ടും ഫാക്ടറി തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.